ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. PSC ഉടൻ നടത്തുന്ന ഡിവിഷണൽ അക്കൌണ്ടിന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിന്റെ 30 മാർക്കിന്റെ അക്കൌണ്ടൻസിയുടെ 10 ചാപ്റ്ററുകൾ പല പല മൊഡ്യൂളുകളായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഓരോ മണിക്കൂർ ദൈർഘ്യമുള്ള 3 വീഡിയോ 3 ചാപ്റ്ററുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിരുന്നു. ഇത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷനാണ്. അപ്പോൾ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ ഒരു ചെറിയ ടോപ്പിക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് കാണണം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന എന്റെ ഈ ക്ലാസുകൾ നിങ്ങൾ നിർബന്ധമായും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കാണ് നമുക്ക് ചോദിക്കുക. അപ്പോൾ ഏത് ചോദ്യം വരുമെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അത് മൊത്തത്തിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കുമ്പം എവിടെ നിന്ന് ഏത് ഭാഗത്തു നിന്ന് ചോദിച്ചാലും നമുക്കത് എഴുതാൻ കഴിയുന്നതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ എല്ലാ ആസ്പെക്ട്സുകളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ ചുരുക്കി ലളിതമായ രീതിയിലാണ് നിങ്ങൾക്കിത് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ ചാപ്റ്ററിന്റെയും ക്വസ്റ്റ്യൻ വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞങ്ങൾ ഇട്ടുതരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രയോജനപ്രദമായിരിക്കും, തറവായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ഡിപ്രീസിയേഷൻ? നമുക്കറിയാം, ഒരു അസറ്റ് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ആ അസറ്റിന്റെ വാല്യൂവിൽ കുറവുണ്ടാവാം. അങ്ങനെ ഏതെങ്കിലും ഒരു അസറ്റ് ഉപയോഗിച്ചാലോ ഇല്ലെങ്കിലോ അതിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെ വിളിക്കുന്ന പേര് ഡിപ്രീസിയേഷൻ എന്നാണ്. സോ ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഒരു അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ഡിക്രീസ് അല്ലെങ്കിൽ കുറവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. സോ ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്. അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെ വിളിക്കുന്ന പേര് ഡിപ്രീസിയേഷൻ എന്നാണ്. ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിസിനസ് എക്സ്പെൻസ് ആണ്. ഒരു ബിസിനസ്സിൽ അസറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ അസറ്റിന്റെ വാല്യൂവിൽ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ ആ കുറവ് എന്ന് പറയുന്നത് തീർച്ചയായും അതൊരു ബിസിനസ് എക്സ്പെൻസ് ആണ്. മാത്രവുമല്ല, ഇത് പുറത്തേക്ക് പോകുന്ന എക്സ്പെൻസ് അല്ല. അതുകൊണ്ട് ഇതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അപ്പൊ ഇവിടെ 2 ആസ്പെക്ട്സിൽ നമ്മൾ പറഞ്ഞു. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് എക്സ്പെൻസ് ആണ്, അതുപോലെ തന്നെ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ഡിപ്രീസിയേഷനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമ്മൾ ഡിപ്രീസിയേഷന്റെ വാല്യൂ എത്രയാണോ അത് കണ്ടുപിടിച്ച് നമ്മൾ അക്കൌണ്ട്സിൽ കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്. സോ ഇറ്റ് ഈസ് എ ബിസിനസ് എക്സ്പെൻസ് ആൻഡ് എ നോൺ ക്യാഷ് എക്സ്പെൻസ്. ഇത് ബിസിനസ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ നോൺ ക്യാഷ് എക്സ്പെൻസുമാണ്. സോ ഇറ്റ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ആൻഡ് റെക്കോർഡഡ് ഇൻ ടു ദി ബിസിനസ്. അതുകൊണ്ട് തന്നെ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണം, അത് ബിസിനസ്സിൽ കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്യണം. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ബിസിനസ്സിൽ ഡിപ്രീസിയേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടി വരുന്നത്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ? ഇങ്ങനെ ഒരു ബിസിനസ്സിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിച്ചാൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ അതിനകത്ത് അക്കൌണ്ട്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ടു അസർട്ടൈൻ ദ ട്രൂ പ്രോഫിറ്റ്. ഒരു ബിസിനസിന്റെ യഥാർത്ഥ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യണം അക്കൌണ്ടില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഒരു ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അസർട്ടൈൻ ദ ട്രൂ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസിന്റെ യഥാർത്ഥ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി തീർച്ചയായും നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അക്കൌണ്ടിൽ കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്യണം. അത് ഒന്നാമത്തെ കേസ്. 2, ടു അസർട്ടൈൻ ദ ട്രൂ വാല്യൂ ഓഫ് അസറ്റ്സ്. അസറ്റിന്റെ യഥാർത്ഥ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ, കണ്ടുപിടിക്കണമെങ്കിൽ തീർച്ചയായും അവിടെ നമുക്ക് എന്ത് വേണം? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ യഥാർത്ഥ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് അസറ്റിന് എത്ര വാല്യൂ ഉണ്ടോ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കിട്ടുന്ന വാല്യൂ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന ട്രൂ വാല്യൂ. അങ്ങനെ ട്രൂ വാല്യൂ എത്രയാണോ ആ ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് തീർച്ചയായും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതാണ് 2ാമത്തെ കേസ് എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ കേസ്, അസറ്റിന് അതിന്റെ കറക്റ്റ് വാല്യൂവിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ടു ഷോ ദ അസറ്റ് ഇൻ ദ കറക്റ്റ് വാല്യൂ ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ട്രൂ ആൻഡ് ഫെയർ പിക്ചർ ആണ്, സത്യസന്ധമായി എഴുതുന്നതാണ്. അപ്പൊ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കുന്ന ഏതൊരു ഐറ്റം ആയാലും ക്ലിയർ ആയിരിക്കണം. അപ്പൊ ബാലൻസ് ഷീറ്റിൽ അസറ്റിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ അവിടെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ 3ാമത്തെ കേസ്, ടു ഷോ ദ അസറ്റ് ഇൻ ഇറ്റ്സ് കറക്റ്റ് വാല്യൂ ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പൊ 4ാമത്തെ കേസ്, ദ ടൈംലി റീപ്ലേസ്മെന്റ് ഓഫ് അസറ്റ്സ്. നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ് അസറ്റുകളെ റീപ്ലേസ് ചെയ്യണം. ഇവിടെ അസറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം വളരെ വാല്യൂ ഉള്ളൊരു കേസാണ്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന അസറ്റുകളാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ അസറ്റിന്റെ വാല്യൂ, അസറ്റിന്റെ ഉപയോഗം അല്ലെങ്കിൽ അസറ്റ് എന്നാണോ കാര്യശേഷി ഇല്ലാതെ വരുന്നത് ആ നിമിഷം ആ സ്ഥാനത്ത് തന്നെ നമ്മൾ പുതിയൊരു അസറ്റ് വാങ്ങിച്ചിടണം. ഈ അസറ്റ് വാങ്ങിച്ചിടുന്ന സമയത്ത് നമ്മൾ അല്പം താമസിച്ചു പോയാൽ പ്രൊഡക്ഷനെ ബാധിക്കും. നമുക്കറിയാം, ബജാജ് കമ്പനി എന്ന് പറയുന്നത് ഓരോ 20 സെക്കൻഡിലും ഓരോ ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ 1 മണിക്കൂർ ഈ അസറ്റ് റീപ്ലേസ് ചെയ്യാൻ താമസിച്ചു പോയാൽ കുഴഞ്ഞു പോയില്ലേ? അപ്പൊ അതിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യണം.
അപ്പൊ അതുകൊണ്ട് നമ്മൾ ടൈംലി റീപ്ലേസ്മെന്റ് ഓഫ് അസറ്റ്, അതാണ് അടുത്ത കേസ് എന്ന് പറയുന്നത്, ടൈംലി റീപ്ലേസ്മെന്റ് ഓഫ് അസറ്റ്. അപ്പൊ ഏതൊക്കെ നമ്മൾ പറഞ്ഞു? ബിസിനസിന്റെ കറക്റ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ടു അസർടൈൻ ദ ട്രൂ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. രണ്ടാമത് പറഞ്ഞു ടു അസർടൈൻ ദ ട്രൂ വാല്യൂ ഓഫ് അസറ്റ്, അസറ്റിന്റെ ട്രൂ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. മൂന്നാമത്തെ കേസിൽ പറഞ്ഞു ടു ഷോ ദ കറക്റ്റ് വാല്യൂ ഓഫ് അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിൽ കറക്റ്റ് വാല്യൂ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. നാലാമത്തെ കേസിൽ പറഞ്ഞു ടൈംലി റീപ്ലേസ്മെന്റ് ഓഫ് അസറ്റ്, അസറ്റ് യഥാർത്ഥ സമയത്ത് തന്നെ അസറ്റിനെ റീപ്ലേസ് ചെയ്യണം നമുക്ക്, അതിന് നമുക്ക് തീർച്ചയായും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഇനി അഞ്ചാമത്തെ കേസ് അവോയ്ഡിങ് എക്സസ് പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ്. അവോയ്ഡിങ് എക്സസ് പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ നിശ്ചിത ശതമാനം ടാക്സ് കൊടുക്കണം, ഇൻകം ടാക്സ് കൊടുക്കണം നമ്മൾ. അപ്പൊ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായി അല്ലെങ്കിൽ അധികമായി കൊടുക്കുന്ന ടാക്സ്, ആ ടാക്സ് ബർഡനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അവോയ്ഡിങ് എക്സസ് പേയ്മെന്റ് ഓഫ് ടാക്സ്, അതാണ് അടുത്ത അതിന്റെ ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട 5 ഓബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞു. ടു അസർടൈൻ ദ ട്രൂ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്, ടു അസർടൈൻ ദ ട്രൂ വാല്യൂ ഓഫ് അസറ്റ്സ്, to timely replacement of asset, to show the asset in its correct value in the balance sheet, then avoiding excess payment of tax. ഇതാണ് നമ്മളെ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഡിപ്രീസിയേഷൻ ഒരു ബിസിനസ്സിൽ ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ അസറ്റിന് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ കാസസ് ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് അസറ്റ്സ്? അസറ്റിന്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നാച്ചുറൽ വിയർ ആൻഡ് ടിയർ. എന്താ ഈ നാച്ചുറൽ വിയർ ആൻഡ് ടിയർ? കാലചക്രം തിരിയുന്നതനുസരിച്ച്. ഒരു ബിസിനസ്സിൽ നമുക്ക് പരീക്ഷയിൽ ചോദിക്കും 4 എണ്ണം തന്നിട്ട് ഏതാണ് വരാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ബിസിനസ്സിൽ അസറ്റിന് തേയ്മാനം അതല്ലെങ്കിൽ അസറ്റിന് ഡിപ്രീസിയേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ കാരണം എന്ന് പറയുന്നത് നാച്ചുറൽ വിയർ ആൻഡ് ടിയർ ആണ്. നാച്ചുറൽ വിയർ ആൻഡ് ടിയർ എന്ന് പറയുന്ന കാലചക്രം തിരിയുന്ന അനുസരിച്ച്, ഓരോ കാലഘട്ടങ്ങളും മാറി വരുന്നതനുസരിച്ച് അസറ്റിന് തേയ്മാനം ഉണ്ടാവാം. അതാണ് ഒന്നാമത്തെ കേസ്, നാച്ചുറൽ വിയർ ആൻഡ് ടിയർ. രണ്ടാമത്തെ കേസ് പാസേജ് ഓഫ് ടൈം, സമയം കടന്നു പോകുന്നതനുസരിച്ച്. സമയം കടന്നു പോകുന്നതനുസരിച്ച് ഉദാഹരണത്തിന് നമ്മൾ 2005 വാങ്ങിച്ചൊരു കാറിന്റെ ശരിക്കും ഒരു ഫോം ആയിരിക്കത്തില്ല 2020 കാർ കാണുന്നത്. അപ്പൊ ഇങ്ങനെ കാലം തിരിയുന്നതനുസരിച്ച് അല്ലെങ്കിൽ സമയം കടന്നു പോകുന്നതനുസരിച്ച് അസറ്റിന്റെ വാല്യൂവിൽ കുറവുണ്ടാവാം. അതാണ് രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കേസ് ഒബ്സലസൻസ്. എന്താണ് ഈ ഒബ്സലസൻസ് എന്ന് പറയുന്നത്? ഔട്ട് ഓഫ് ഫാഷൻ. ഒബ്സലസൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഫാഷൻ. നമ്മൾ കാറൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് തീർച്ചയായും അതിന്റെ മോഡൽ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ആ മോഡൽ വാങ്ങി മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, അതിന് വില കൊടുക്കത്തുള്ളൂ, അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. എല്ലാവരും കാറുകളൊക്കെ ഇങ്ങനെ കൂടെ മാറ്റുന്ന കാണാം. പണ്ട് ജയന കേട്ടിരിക്കുന്ന ആ ഡ്രസ്സ് എത്ര കോസ്റ്റിലാണ്, എത്ര കോസ്റ്റ് കൊടുത്താലും അല്ലെ എത്ര കോസ്റ്റ് ഇല്ലാതെ ഫ്രീ ആയിട്ട് തന്നാലും നമ്മളത് വാങ്ങിച്ചിടത്തില്ല, കാരണം ഫാഷൻ മാറിപ്പോയി അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ നമ്മൾ പറയുന്ന ഒബ്സലസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഫാഷൻ, അതൊരു കാരണമാണ് ഡിപ്രീസിയേഷന്റെ. അപ്പൊ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു: നാച്ചുറൽ വിയർ ആൻഡ് ടിയർ, പാസേജ് ഓഫ് ടൈം, ദെൻ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞ ഒബ്സലസൻസ് മീൻസ് ഔട്ട് ഓഫ് ഫാഷൻ. ഇനി ഒരു കാരണമുണ്ട്, ആക്സിഡന്റ്. അപ്പൊ ആക്സിഡന്റ് എന്ന് പറയുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് അസറ്റിന്റെ വാല്യൂവിൽ കുറവുണ്ടാവാം. അങ്ങനെ അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെ നമ്മൾ വിളിക്കുന്ന പേര് ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്രീസിയേഷൻ എന്നാണ്. അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് നാച്ചുറൽ വിയർ ആൻഡ് ടിയർ, പാസേജ് ഓഫ് ടൈം, ഒബ്സലസൻസ്, ദെൻ ഔട്ട് ഓഫ് ഫാഷൻ. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് അസറ്റിന്റെ വിലയിലുണ്ടാകുന്ന വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഡിപ്രീസിയേഷൻ എന്നാണ്. അപ്പൊ അത് മനസ്സിലായി. ഇനി ഇവിടെ നമുക്ക് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ആർക്കായി ഈ ഡിപ്രീസിയേഷൻ? ഫിക്സഡ് അസറ്റുകൾക്കാണ് ഡിപ്രീസിയേഷൻ ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കുക, എന്താണ് ഈ ഫിക്സഡ് അസറ്റ്? അല്ലെ, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു ബിസിനസ്സിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന അസറ്റുകളായ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ലാൻഡ്, ബിൽഡിംഗ്, ഇങ്ങനെയുള്ള ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നതിന് അതിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിനെ വിളിക്കുന്ന പേര് ഡിപ്രീസിയേഷൻ എന്നാണ്. അപ്പൊ ഫിക്സഡ് അസറ്റ്, ദർ ഈസ് എ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ ഉണ്ടാകുന്ന ഡിമിനിഷൻ അല്ലെങ്കിൽ ഡിക്രീസ് അല്ലെങ്കിൽ റിഡക്ഷൻ, അതിനെ വിളിക്കുന്ന പേര് ഡിപ്രീസിയേഷൻ എന്നാണ്. എന്നാൽ കറണ്ട് അസറ്റിനാണ് വിലയിൽ വ്യത്യാസം വരുന്നിരിക്കട്ടെ, ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്നിരിക്കട്ടെ, അതിന് നമ്മൾ ഡിപ്രീസിയേഷൻ നല്ല വിളിക്കുന്ന, അതിനെ ഫ്ലക്ച്വേഷൻസ് എന്നാണ് വിളിക്കുന്ന. അത് ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് അസറ്റിനകത്തുണ്ടാകുന്ന വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഫ്ലക്ച്വേഷൻസ് എന്നാണ്, അല്ലാതെ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കില്ല. ദ റിഡക്ഷൻ ഇൻ ദ വാല്യൂ, ദ ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ് ഈസ് കാൾഡ് ഫ്ലക്ച്വേഷൻസ്. ഇനി മൂന്നാമത്തെ കേസ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടുള്ള ഗുഡ്വില്ല്, പേറ്റന്റ് റൈറ്റ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, അതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവാണ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് അമർട്ടൈസേഷൻ എന്നാണ്. അവിടെ ഡിപ്രീസിയേഷൻ നല്ല പറയുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ കുറവിന് നമ്മൾ വിളിക്കുന്ന പേര് അമർട്ടൈസേഷൻ എന്നാണ്. അപ്പൊ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവിന് ഡിപ്രീസിയേഷൻ, കറണ്ട് അസറ്റിനകത്തുണ്ടാകുന്ന വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഫ്ലക്ച്വേഷൻസ്. അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടുള്ള ഗുഡ്വില്ല്, പേറ്റന്റ് റൈറ്റ്, കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, ഇതിന് നാലിലുണ്ടാകുന്ന വാല്യൂലുണ്ടാകുന്ന കുറവിനെ വിളിക്കുന്ന പേര് അമർട്ടൈസേഷൻ എന്നാണ്. ഇതാണ് അതിന്റെ കേസ്. എന്നാൽ
ഡിപ്ലീറ്റഡ് അസറ്റ്. എന്താ ഡിപ്ലീറ്റഡ് അസറ്റ്? ഒരു അസറ്റിന്റെ വാല്യൂ ഇങ്ങനെ കുറയും, സീറോ ആവും. എന്ത്? അത് ഉപയോഗിക്കും തോറും. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ വാല്യൂ സീറോ ആയി പോകും. അതാണല്ലോ കോൾ മൈൻസ്, അതുപോലെ ക്വാറീസ്, ഓയിൽ വെൽസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റിംഗ് അസറ്റാണ്. ഞാൻ അതെല്ലാം ക്ലാസിഫിക്കേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വേസ്റ്റിംഗ് അസറ്റ് വരുന്ന സമയത്ത് അതിന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന കുറവിനെ വിളിക്കുന്ന പേരും എന്താണ്? ഡിപ്ലീഷൻ എന്നാണ്. അപ്പൊ ഇവിടെ 4 രീതിയിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ പറയുന്നത്. അസറ്റിന്റെ ഫോം അനുസരിച്ചാണ്, ക്യാരക്ടർ അനുസരിച്ചാണ്. ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ, കറന്റ് അസറ്റിന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന കുറവിനെ വിളിക്കുന്ന പേര് ഫ്ലക്ച്വേഷൻസ്, ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന കുറവിനെ വിളിക്കുന്ന പേര് അമർട്ടൈസേഷൻ. ദെൻ ഡിപ്ലീറ്റഡ് അസറ്റ് അല്ലെങ്കിൽ വേസ്റ്റിംഗ് അസറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അസറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിപ്ലീഷൻ ആണ്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ കാരണങ്ങളും മറ്റു എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. ബിസിനസ്സിലേക്ക് ഡിപ്രീസിയേഷൻ മാറ്റിവെക്കുന്നു. അങ്ങനെ ഡിപ്രീസിയേഷൻ മാറ്റിവെക്കുന്ന എന്തിനു വേണ്ടിയാണ്? അത് ഏതൊക്കെ മെത്തേഡുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഏതൊക്കെ മെത്തേഡുകളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട്. അത് ഏതൊക്കെ മെത്തേഡുകളെന്ന് ചോദിച്ചാൽ ഞാൻ 1 by 1 ആയിട്ടൂടെ പറയും. അത് ഏതൊക്കെ അസറ്റിന് സ്യൂട്ടബിൾ ആണെന്ന് പറയും. അപ്പൊ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ മെത്തേഡ് ഓഫ് പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ മെത്തേഡിനെ വിളിക്കുന്ന പേര് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്നാണ്. അപ്പൊ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡാണ്. എന്താണ് ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്? So the fixed installment method is also called original cost method or straight line method. ഇത് നമ്മൾ വിളിക്കുന്ന പേര് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിന്റെ മറ്റൊരു പേരാണ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ ഫിക്സഡ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് വിളിക്കും. അപ്പൊ പരീക്ഷ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, എന്താണ് ഈ മെത്തേഡിന്റെ പ്രത്യേകത? അണ്ടർ ദിസ് മെത്തേഡ് the amount of depreciation is calculated from the original cost of the asset. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്ന? ഒരു ഡിപ്രീസിയേഷൻ കാണുന്ന ഒരു ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കാണുന്നത് അതിനകത്ത് ഒരു നിശ്ചിത ശതമാനമാണ് ഡിപ്രീസിയേഷൻ എങ്കിൽ അതിന്റെ ഒറിജിനൽ കോസ്റ്റിൽ നിന്നാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. ഈ മെത്തേഡിന്റെ പ്രത്യേകത, അണ്ടർ ദിസ് മെത്തേഡ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഫിക്സഡ് എവറി ഇയർ. ഓരോ വർഷവും കറക്റ്റ് ആയിട്ട് ഫിക്സഡ് ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഡിപ്രീസിയേഷൻ കാണുന്നത്? അപ്പൊ ഡിപ്രീസിയേഷൻ ഒന്നുകിൽ നമുക്ക് അതിനൊരു നിശ്ചിത ശതമാനം തരും. ഉദാഹരണത്തിന് 1,00,000 അസറ്റിന്റെ കോസ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ആ 1,00,000ന്റെ 10% ഡിപ്രീസിയേഷൻ ആണെങ്കിൽ 1,00,000ന്റെ 10% 10,000 ഓരോ വർഷവും ഡിപ്രീസിയേഷൻ മാറ്റിവെക്കുന്നത്. മറിച്ച് അങ്ങനെ ശതമാനമല്ല തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് തരും? അസറ്റിന്റെ കോസ്റ്റ് തരും, നമുക്ക് അതിന്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് തരും, അതോടൊപ്പം തന്നെ അതിന്റെ സ്ക്രാപ്പ് വാല്യൂ അഥവാ സാൽവേജ് വാല്യൂ തരും. സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ. എന്താ സ്ക്രാപ്പ് വാല്യൂ? ആക്രി വില. ഒരു അസറ്റ് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് കൊടുത്ത് കാശ് വാങ്ങും. അപ്പൊ അത് നമുക്ക് വളരെ തുച്ഛമായ ഒരു വിലയെ കിട്ടത്തുള്ളൂ. ആ വിലയെ നമ്മൾ വിളിക്കുന്ന പേര് സ്ക്രാപ്പ് വാല്യൂ എന്നാണ്. അതിന്റെ മറ്റൊരു പേര് ബ്രേക്കപ്പ് വാല്യൂ എന്നാണ്. അതുമല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എന്ന് വിളിക്കും, അതുമല്ലെങ്കിൽ റെസിഡിയൽ വാല്യൂ എന്ന് വിളിക്കും. അങ്ങനെ 4 പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് സ്ക്രാപ്പ് വാല്യൂ, അതുപോലെ തന്നെ ബ്രേക്കപ്പ് വാല്യൂ, അതുപോലെ സാൽവേജ് വാല്യൂ, ദ റെസിഡിയൽ വാല്യൂ. നമുക്കറിയാം, വീട്ടിലൊക്കെ ആക്രി കൊടുത്തിട്ട് നമ്മൾ കണ്ടു കാണും. വേസ്റ്റായ സാധനങ്ങളെ കൊടുക്കുമ്പോൾ തുച്ഛമായ പൈസയിലെ തരുവുകൾ, പഴയ നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അതിനാണ് ആക്രി വില എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അസറ്റിന്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്, എസ്റ്റിമേറ്റഡ് ലൈഫ് തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ സാൽവേജ് വാല്യൂ തന്നിട്ടുണ്ട് എങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണുന്നത് എങ്ങനെയാ? കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. അതാണ് കേസ്. ഇപ്പൊ ഒരു അസറ്റിന്റെ വില 1,50,000 രൂപ, സ്ക്രാപ്പ് വാല്യൂ 5,000 രൂപ, അതുപോലെ 10 വർഷമാണ് അതിന്റെ ലൈഫ് പീരീഡ് എങ്കിൽ 1,50,000 രൂപ മൈനസ് 5,000 ഡിവൈഡ് ബൈ 10, അപ്പൊ 10,000 നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കും. അതാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന? കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ് ഇൻ ഇയേഴ്സ്. ഇത് പരീക്ഷ ചിലപ്പോൾ ഒരു പ്രോബ്ലമായിട്ട് ചോദിക്കാം ഒരു മാർക്കിന്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, പല PSC പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഞാനതൊന്ന് സ്ട്രെസ് ചെയ്ത് ഇവിടെ നിങ്ങളോട് പറയും. അപ്പൊ ഇതാണ് ആ ഒരു കേസ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അണ്ടർ ദ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് എ ഫിക്സഡ് പെർസെന്റേജ് എവറി ഇയർ ഫ്രം ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ്. അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റിൽ നിന്നാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. അങ്ങനെ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് കാണുന്നതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേര് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്നാണ്. പക്ഷേ ഈ ഡിപ്രീസിയേഷൻ നമ്മളൊരു ചാർട്ടിനകത്ത് പ്ലോട്ട് ഔട്ട് ചെയ്താൽ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്നത് കൊണ്ടാണ് ഇതിനെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. വളരെ സിമ്പിൾ മെത്തേഡാണ്, ഈസിയാണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ്, ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. വളരെ വേഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഫിക്സഡ് അസറ്റുകൾക്കാണ് ഈ മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതൊരു ഫിക്സഡ് അസറ്റിനും നമുക്ക് ഈ മെത്തേഡുകൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതൊരു മെത്തേഡാണ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ മെത്തേഡിനെ വിളിക്കുന്ന പേര് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിന്റെ മറ്റൊരു പേരാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അപ്പൊ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, അണ്ടർ ദിസ് മെത്തേഡ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് നോട്ട് ഓൺ ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ബട്ട് ഓൺ ദ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ദ അസറ്റ്സ്. ഇതാണ് അതിന്റെ കേസ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന, ഡിപ്രീസിയേഷൻ നമ്മൾ കാണുന്ന സമയത്ത് അതിന്റെ ഒരു നിശ്ചിത ശതമാനം ഡിപ്രീസിയേഷൻ കാണുന്നത് അതിന്റെ ഒറിജിനൽ കോസ്റ്റിൽ നിന്നുള്ള കാണുന്നത് പകരം കുറഞ്ഞു വരുന്ന വാല്യൂവിനാണ് കാണുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഉദാഹരണം ഞാൻ പറയാം. 1,00,000 രൂപയുണ്ട്, നമുക്ക് 10% ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ ആദ്യത്തെ വർഷം 1,00,000 രൂപയുടെ 10% 10,000 രൂപയാണ്. അപ്പൊ ആ 10,000 രൂപ കുറച്ചതിന് ശേഷം ബാക്കി 90,000 രൂപയാണുള്ളത്. അതിന്റെ 10% അടുത്ത വർഷം കാണുന്നത്. അപ്പൊ 9,000 രൂപയാണ്. അത് കുറച്ച് ബാക്കി 81,000 നിന്നാണ് അടുത്ത വർഷം കാണുന്നത്. അങ്ങനെ ഓരോ വർഷവും കുറഞ്ഞു വരുന്ന വാല്യൂ, ബുക്ക് വാല്യൂ അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ എന്നാണ് വിളിക്കുന്ന. റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ ബുക്ക് വാല്യൂ എന്ന് പറയും. അങ്ങനെയുള്ള വാല്യൂവിൽ നിന്നാണ് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നതെങ്കിൽ ആ മെത്തേഡിനെ വിളിക്കുന്ന പേര് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നാണ്. അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് അതാണ്. മറ്റത് ഒറിജിനൽ കോസ്റ്റിൽ നിന്നാണ് കാണുന്നത്. ഇത് ഡിമിനിഷിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന വാല്യൂവിനാണ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് ഫിക്സഡ് ആയിരിക്കും, എല്ലാ വർഷവും ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഒരിക്കലും ഫിക്സഡ് എമൗണ്ട് ആയിരിക്കില്ല, വാല്യൂ കുറഞ്ഞു വരും. ആ മെത്തേഡിനെ വിളിക്കുന്ന പേര് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നാണ്. നമുക്കറിയാം, തീർച്ചയായും ഇതും നമുക്ക് ഫിക്സഡ് അസറ്റുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പൊ അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ഈ മെത്തേഡ് നമുക്കറിയാം അല്ലെ, ഏത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡിനെ വിളിക്കുന്ന പേര് ആന്യൂറ്റി മെത്തേഡ് എന്നാണ്. എന്താണ് ഈ ആന്യൂറ്റി മെത്തേഡ് എന്ന് പറയുന്നത്? സോ ഇറ്റ് ഈസ് എ സയന്റിഫിക് മെത്തേഡ് ഓഫ് പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ വിച്ച് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ആൻഡ് ദ ഇൻട്രസ്റ്റ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഏൺഡ് ഇഫ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ എ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലായി കാണത്തില്ല. ഞാൻ അതിന്റെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നേരെ പറഞ്ഞുതരാം. സയന്റിഫിക് മെത്തേഡ് ഓഫ് പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ, ഇതൊരു സയന്റിഫിക് മെത്തേഡാണ്. ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സയന്റിഫിക് മെത്തേഡിലാണ്. അങ്ങനെ ഡിപ്രീസിയേഷൻ മാറ്റിവെച്ചിരിക്കുന്ന എമൗണ്ട്, അതിന്റെ കോസ്റ്റ് ഓഫ് അസറ്റ് നമുക്കറിയാം. ആ കോസ്റ്റ് ഓഫ് അസറ്റിന് തുല്യമായ എമൗണ്ട് അതിന്റെ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്ത, ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്ന സെക്യൂരിറ്റിയിൽ കൊണ്ടുവന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റിയിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ കോസ്റ്റിന് തുല്യമായ എമൗണ്ട് ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് തുല്യമായ സെക്യൂരിറ്റി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? അതിന്റെ കോസ്റ്റും അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റും കിട്ടും. അസറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന്റെ ഡിപ്രീസിയേഷൻ ഓരോ വർഷവും നമ്മൾ മാറ്റിവെക്കുന്നത് അതൊരു ആന്യൂറ്റി ടേബിളിന്റെ രീതിയിലാണ് നമ്മൾ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡിപ്രീസിയേഷൻ ആന്യൂറ്റി ടേബിളിന്റെ അനുസരിച്ച് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റിയിൽ, ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻട്രസ്റ്റും കൂടെ ഏൺ ചെയ്ത് അസറ്റിന്റെ കോസ്റ്റ് ആക്കി അസറ്റ് റീപ്ലേസ് ചെയ്യുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേര് ആന്യൂറ്റി മെത്തേഡ് എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞ അണ്ടർ ദിസ് മെത്തേഡ്. സോ ഇറ്റ് ഈസ് എ സയന്റിഫിക് മെത്തേഡ് ഓഫ് പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ വിച്ച് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് അസറ്റ് ആൻഡ് ദ ഇൻട്രസ്റ്റ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഏൺഡ് ഇഫ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ എ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ്. ഡിപ്രീസിയേഷന് തുല്യമായ എമൗണ്ട് അത് നമ്മൾ ആന്യൂറ്റി ടേബിൾ പ്രകാരം അതൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റിയിൽ ഇടുകയും അതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് ആ ഡിപ്രീസിയേഷൻ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അസറ്റ് റീപ്ലേസ് സമയത്ത് റീപ്ലേസ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേര് ആന്യൂറ്റി ടേബിൾ മെത്തേഡ് എന്നാണ്. ആന്യൂറ്റി മെത്തേഡ് അതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഇനി നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ്. എന്താണ് ഈ ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ്? ഇവിടെ ലോങ് ടേം ലീസ് അല്ലെങ്കിൽ നമുക്കറിയാം പ്ലാന്റ് ആൻഡ് മെഷീനറി അങ്ങനെയുള്ള ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുന്ന വളരെ കോസ്റ്റ് ആയിട്ടുള്ള വിലയുള്ള അസറ്റുകൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ്. ഇവിടെ ഈ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷവും ഡിപ്രീസിയേഷന് തുല്യമായ എമൗണ്ട് മാറ്റിവെക്കുകയും ആ എമൗണ്ട് ഏതെങ്കിലും മാർക്കറ്റബിൾ ആയിട്ടുള്ള ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ 1900 അല്ലെങ്കിൽ 2010 നമ്മളൊരു അസറ്റ് വാങ്ങിച്ചു. അപ്പൊ അതിന് അസറ്റിന്റെ വില എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെ 10 ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ അതിന്റെ ലൈഫ് ടൈം 10 വർഷമാണെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപ വരും. അപ്പൊ ഈ 1 ലക്ഷം രൂപ എന്ന് പറയുന്ന തുല്യമായ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ മാറ്റിവെക്കും. ഓരോ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് മാറ്റിവെച്ചിട്ട് അത് കൊണ്ടുവന്ന് ഒരു ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും. മാർക്കറ്റബിൾ ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും. ഓരോ വർഷവും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആദ്യത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ അവസാനത്തെ വർഷം നമുക്ക് എന്ത് കിട്ടും? പലിശ കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും.
ഇനി രണ്ടാമത്തെ വർഷത്തെ ഡിപ്രീസിയേഷനും ആദ്യത്തെ വർഷം കിട്ടിയ പലിശയും കൂടെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. മൂന്നാമത്തെ വർഷം എന്ത് ചെയ്യും? അതുവരെ കിട്ടിയ പലിശയും ആ വർഷത്തെ ഡിപ്രീസിയേഷൻ ചേർത്ത് എന്ത് ചെയ്യും? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ 10 വർഷമാണ് ലൈഫ് പീരീഡ് എങ്കിൽ 10 വർഷം വരെ 9ാമത്തെ വർഷം വരെ നമ്മളിങ്ങനെ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും തുല്യമായ എമൗണ്ടും ഓരോ വർഷവും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 10ാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? ഈ സെക്യൂരിറ്റി വിൽക്കും. ഈ മാർക്കറ്റബിൾ സെക്യൂരിറ്റി നമ്മൾ വിൽക്കും. വിറ്റ് കിട്ടുന്ന എമൗണ്ട് കൊണ്ട് അസറ്റിനെ കറക്റ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. ഇൻട്രസ്റ്റും കൂടെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് അത് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് റീപ്ലേസ് ചെയ്യാനുള്ള എമൗണ്ട് കിട്ടുമെന്നുള്ളത് കൊണ്ട് ഈ മെത്തേഡ് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പൊ ഈ ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക നമ്മളിവിടെ ചെയ്യുന്നത് അല്ലെ. എന്നിട്ട് ഇതൊരു ഡിപ്രീസിയേഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നു റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയെങ്കിൽ ആ മെത്തേഡിനെ വിളിക്കുന്ന പേര് ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് എന്നാണ്. അപ്പൊ ഈ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോങ് ടേം ലീസോ അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടിയാണ് ഈ മെത്തേഡ് സൂട്ടബിൾ ആയി നമ്മൾ ഉപയോഗിക്കുന്നത്. See, under this method of depreciation, an amount equal to depreciation is set aside and invested in easily marketable fixed interest bearing securities. At the end of the period, the asset will be realized, the security will be realized and the amount utilized for the replacement of assets. ആ എമൗണ്ട് കൊണ്ട് നമ്മൾ അസറ്റിനെ റീപ്ലേസ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേര് ഈ ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ് എന്നാണ്. ഇതാണ് നമ്മൾ അടുത്ത മെത്തേഡിൽ പറഞ്ഞത്. ഏതാണ്? 4ാമത്തെ മെത്തേഡ്. ഇനി 5ാമത്തെ മെത്തേഡിൽ നമ്മൾ പറയുന്നത് ഇൻഷുറൻസ് പോളിസി മെത്തേഡാണ്. 5ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. എന്താണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്? See, under this method, an amount equal to depreciation set aside and immediately invested in insurance policies. ഇവിടെ എന്താ സംഭവിക്കുക? നേരത്തെ ചെയ്തത് സെക്യൂരിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന? ഡിപ്രീസിയേഷന് തുല്യമായ എമൗണ്ട് ഓരോ വർഷവും മാറ്റിവെക്കുകയും ഒരു ഇൻഷുറൻസ് പോളിസി എടുത്ത് അതിന്റെ പ്രീമിയമായിട്ട് അതേ എമൗണ്ട് നമ്മളിങ്ങനെ അടയ്ക്കുകയും ചെയ്യും. അതിന്റെ പീരീഡ് കഴിയുന്ന സമയത്ത്, അതിന്റെ പീരീഡ് ആവുന്ന സമയത്ത്, അസറ്റിന്റെ പീരീഡ് കഴിയുന്ന പീരീഡിലേക്കാണ് നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. ആ ഇൻഷുറൻസ് പോളിസിയുടെ കാലാവധി കഴിയുമ്പോൾ ആ എമൗണ്ട് വാങ്ങും, അസറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യും. അങ്ങനെ ഡിപ്രീസിയേഷൻ നമ്മൾ ഒരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇൻഷുറൻസ് പോളിസിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ മെത്തേഡിനെ വിളിക്കുന്ന പേര് ഇൻഷുറൻസ് പോളിസി മെത്തേഡാണ്. ആ മെത്തേഡ് ആ ഇൻഷുറൻസ് പോളിസി വിറ്റ് അല്ലെങ്കിൽ മെച്ചുർ ആകുന്ന സമയത്ത് അതിന്റെ എക്സ്പയറി പീരീഡിൽ ആ എമൗണ്ട് കളക്ട് ചെയ്യുന്നു, അസറ്റിന്റെ പ്രോപ്പർ ടൈമിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേര് ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്നാണ്. അപ്പൊ അതാണ് 5ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റീവാലുവേഷൻ മെത്തേഡാണ്. എന്താണ് ഈ റീവാലുവേഷൻ മെത്തേഡ്? See, under this method, the asset is revalued at the end of the accounting year and the value compared with the value of the asset at the beginning of the year. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന? അസറ്റിന്റെ ശരിക്കും അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? റീവാല്യൂ ചെയ്യും. ഒരു പീരീഡിന്റെ അവസാനം അസറ്റിനെ നമ്മൾ റീവാല്യൂ ചെയ്യും. റീവാല്യൂ ചെയ്ത് കിട്ടുന്ന വാല്യൂവും ആ അസറ്റിന്റെ ഓപ്പണിംഗിൽ ഉണ്ടായിരുന്ന വാല്യൂവും തങ്ങളിൽ കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യുന്ന ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. അതാണ് റീവാലുവേഷൻ മെത്തേഡ്. അസറ്റിനെ ബിഗിനിങ്ങിലും എൻഡിലും അല്ലെ, അസറ്റിനെ ക്ലോസിംഗ് ഡേറ്റിൽ അസറ്റിനെ റീവാല്യൂ ചെയ്തതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ആ വാല്യൂ അതിന്റെ ഓപ്പണിംഗ് വാല്യൂമായിട്ടൊന്ന് കമ്പയർ ചെയ്യും. ആ ഓപ്പണിംഗ് വാല്യൂവും അതിന്റെ ക്ലോസിംഗ് പീരീഡിലുള്ള വാല്യൂ റീവാല്യൂ ചെയ്ത വാല്യൂ തങ്ങളിൽ കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്ത് കിട്ടുന്ന ഡിഫറൻസ് നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കാം. ആ ഡിപ്രീസിയേഷനാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ മെത്തേഡിനെ വിളിക്കുന്ന പേര് റീവാലുവേഷൻ മെത്തേഡ് എന്നാണ്. റീവാലുവേഷൻ മെത്തേഡ്, ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് അതാണ് റീവാലുവേഷൻ മെത്തേഡ്. ഇവിടെ ലൂസ് ടൂൾസ്, ലൈവ് സ്റ്റോക്ക്, പാക്കേജസ്, ട്രേഡ് മാർക്ക്. ഇവിടെ ലൂസ് ടൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ പോലും അത് നമുക്ക് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള അസറ്റുകളുണ്ടല്ലോ ഫാക്ടറിയിലൊക്കെ ഉപയോഗിക്കുന്ന. ലൈവ് സ്റ്റോക്ക്, കന്നുകാലികൾ, അതുപോലെ പാക്കേജസ് അറിയാം, പാക്കിംഗ് മെറ്റീരിയൽസ്, ദെൻ ട്രേഡ് മാർക്ക്. ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ റീവാലുവേഷൻ മെത്തേഡാണ്. അപ്പൊ എവിടെ ഉപയോഗിക്കുമെന്നുള്ളത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റീവാലുവേഷൻ മെത്തേഡിൽ പലപ്പോഴും പരീക്ഷ ചോദിച്ചിട്ടുള്ളത് ഈ മെത്തേഡ് എവിടെയാണ് സ്യൂട്ടബിൾ എന്നാ. ഈ മെത്തേഡ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ലൂസ് ടൂൾസില്, ലൈവ് സ്റ്റോക്ക്, അതുപോലെ പാക്കേജസില്, ട്രേഡ് മാർക്കില്, അവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് റീവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ മെത്തേഡ് നമുക്ക് മനസ്സിലായി. ഇപ്പം നമുക്ക് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡായി, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, ആനുറ്റി മെത്തേഡ്, ദെൻ ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, ഇപ്പൊ റീവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡും പറഞ്ഞു. ഇനി നമുക്കുള്ളത് ഡിപ്ലീഷൻ യൂണിറ്റ് മെത്തേഡ് എന്നാണ്. ഡിപ്ലീഷൻ യൂണിറ്റ് മെത്തേഡ്. എന്താണ് ഈ ഡിപ്ലീഷൻ യൂണിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്? സോ ദിസ് ടൈപ്പ് ഓഫ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് ഫോർ വേസ്റ്റിംഗ് അസറ്റ് ലൈക്ക് മൈൻസ്, ക്വാറീസ്, ഓയിൽ വെൽസ് എക്സെട്ര. ഇത് ഉപയോഗിക്കുന്നത് തീർച്ചയായും ഡിപ്ലീഷൻ എന്ന് പറയുന്ന ഡിപ്ലീറ്റഡ് അസറ്റുകളിലാണ്. ഈ ഡിപ്ലീറ്റഡ് അസറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? മൈനും ക്വാറീസും ഓയിൽ വെൽ എന്നൊക്കെ പറയണം. ഇവിടെ ക്വാറീസ് എന്ന് പറഞ്ഞാൽ കല്ല് വെട്ടാൻ കൂടി ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അത് വെട്ടിയെടുത്താൽ വേസ്റ്റ് ആയി പോകും.
ഓയിൽ നിന്ന് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വെറുതെ വേസ്റ്റ് ആയി പോകും. അപ്പൊ അങ്ങനെയുള്ള അസറ്റുകളാണ് ഡിപ്ലീറ്റഡ് അസറ്റ് എന്ന് പറയുന്നത്. ആ മെത്തേഡുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ്, ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഡിപ്ലീഷൻ യൂണിറ്റ് മെത്തേഡ്. ഇവിടെ എന്താ ചെയ്യുന്ന അണ്ടർ ദിസ് മെത്തേഡ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ മൈൻ ഈസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ എക്സ്പെക്ടഡ് ഔട്ട്പുട്ട്. നമ്മൾ എന്താ ചെയ്യും, ആ കോസ്റ്റ് ഓഫ് മൈൻ, മൊത്തമുള്ള മൈനിന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റിന് അതിൽ നിന്ന് കിട്ടാൻ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ടഡ് യൂണിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. എത്ര യൂണിറ്റ് ആണ് ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടുന്നത്, ആ ഔട്ട്പുട്ട് കൊണ്ട് അതിന്റെ ടോട്ടൽ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ ആ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ ആ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇവിടെ ഡിപ്രീസിയേഷന്റെ റേറ്റ് എന്ന് വിളിക്കുക. അപ്പൊ ഡിപ്രീസിയേഷൻ റേറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഈ ഡിപ്രീഷൻ യൂണിറ്റ് മെത്തേഡിൽ വളരെ സിമ്പിൾ ആണ്. എന്താ ചെയ്യും, നമ്മൾ അവിടെ മൊത്തമുള്ള മൈനിന്റെ അല്ലെങ്കിൽ ഡിപ്ലീറ്റഡ് അസറ്റിന്റെ കോസ്റ്റ് കണക്കാക്കും, അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഔട്ട്പുട്ട് എത്രയാണെന്ന് നോക്കും, എന്നിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു യൂണിറ്റ് കിട്ടും. ആ യൂണിറ്റിന് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആയിട്ട് കണക്കാക്കും. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് ഡിപ്ലീഷൻ യൂണിറ്റ് മെത്തേഡ് എന്നാണ്. അതാണ് ഡിപ്ലീഷൻ യൂണിറ്റ് മെത്തേഡ്. അപ്പൊ ആ ഒരു മെത്തേഡ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കുള്ളത് മെഷീൻ അവർ മെത്തേഡാണ്. മെഷീൻ അവർ റേറ്റ് എന്നും നമ്മൾ പറയും. എന്താണ് ഈ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്? ഇത് നമുക്കറിയാം. മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്ന മെഷീൻസ് എവിടെയാണോ കൂടുതൽ ഉപയോഗിക്കുന്നത് അവിടെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞിരിക്കുന്ന മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. So this method is used in case of machines. That means the cost of the machine is divided by total number of estimated working hours of the machine. ഒരു മെഷീൻ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിന് എത്ര ടോട്ടൽ കോസ്റ്റ് ഉണ്ടോ ആ ടോട്ടൽ കോസ്റ്റും അതിന് നമ്പർ ഓഫ് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ്, ലൈഫ് അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് ഉണ്ടല്ലോ, അത് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്കൊരു ഹവർലി റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കിട്ടും. ഹവർലി റേറ്റ്, ഒരു മണിക്കൂറിന്റെ ഡിപ്രീസിയേഷൻ കിട്ടും. അങ്ങനെ നമുക്ക് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് മെഷീന്റെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്ന അങ്ങനെയാ. ടോട്ടൽ കോസ്റ്റ് എത്രയാണോ അതും. ഉദാഹരണത്തിന് നമ്മൾ 40,000 രൂപ കൊടുത്ത് ഒരു മെഷീനറി വാങ്ങിച്ചു. എന്നിട്ട് അതിന്റെ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവേഴ്സ് 4000 മണിക്കൂറാണെന്ന് സങ്കല്പിക്കാൻ നിങ്ങൾ. അപ്പൊ 40,000 4000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്ന, അതിന്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10% 10 അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേര് മെഷീൻ അവർ റേറ്റ് എന്നാണ്. മെഷീൻ അവർ റേറ്റ്. അപ്പൊ ആ ഒരു മെത്തേഡും നമുക്ക് മനസ്സിലായി. അങ്ങനെ മെഷീൻ അവർ റേറ്റ് എന്ന് പറയുന്ന അങ്ങനെ നമുക്ക് മെത്തേഡ് ഓഫ് പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 8 മെത്തേഡുകളാണ്. വേറെ 2 മെത്തേഡുണ്ട്, അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ട് അത് നമ്മൾ വിടുന്നു. ഏതൊക്കെയാണ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, ആന്വിറ്റി മെത്തേഡ്, ഡിപ്രീസിയേഷൻ ഫണ്ട് മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, ദെൻ ഡിപ്രീഷൻ യൂണിറ്റ് മെത്തേഡ്, ദെൻ മെഷീൻ അവർ റേറ്റ്. ഇങ്ങനെ പറയുന്ന 8 മെത്തേഡുകളാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ കാര്യം നമുക്ക് മനസ്സിലായി. സിലബസും പ്രകാരമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ 3 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്നുള്ള. അപ്പൊ 3 മാർക്കിന് വേണ്ടിയാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയും കവർ ചെയ്യുന്നുണ്ട്. ആ 3 മാർക്ക് നമുക്ക് കിട്ടണം. ഇനി നമ്മുടെ സിലബസിനകത്ത് ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വിളിക്കുന്ന പേര് റിസർവ് ആൻഡ് പ്രൊവിഷൻ എന്നാണ്. റിസർവ് ആൻഡ് പ്രൊവിഷൻ, അവിടെ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ടും വരും. അപ്പൊ അത് ആ 3 മാർക്കിൽ 1 മാർക്ക് അവിടെ നിന്നായിരിക്കും. തീർച്ചയായിട്ടും അത് ചോദിക്കും. നിങ്ങളത് മനസ്സിലാക്കുക. എന്താണ് ഈ റിസർവ്, എന്താണ് ഈ പ്രൊവിഷൻ, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ റിസർവ് എന്താണെന്ന് ചോദിച്ചാൽ ദ ടേം റിസർവ് മീൻസ് ദാറ്റ് പാർട്ട് ഓഫ് ദ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ സർപ്ലസ്. കണ്ടോ, ഏതെങ്കിലും സർപ്ലസ്, ഒരു ബിസിനസിന്റെ ലാഭം അല്ലെങ്കിൽ സർപ്ലസിൽ നിന്ന് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്ത് മാറ്റിവെച്ചിരിക്കുന്നതാണ്. എന്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്? ടു മീറ്റ് എനി എമർജൻസി ഓർ കണ്ടിജൻസി ഇൻ ഫ്യൂച്ചർ. അല്ലെങ്കിലോ ആ കൺസേൺഡ് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ എക്സ്പാൻഷൻ പ്രോഗ്രാമിനെ ഫൈനാൻസ് ചെയ്യാൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു എംപ്ലോയി ആണ്. എനിക്കൊരു 20,000 രൂപ സാലറി കിട്ടുമെങ്കിൽ ഞാൻ 20,000 രൂപയും അടിച്ചു പൊളിച്ച് തീർക്കത്തില്ല. പകരം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് എമർജൻസി എപ്പോഴാണോ വരുന്നത് ആ എമർജൻസി അറിയാൻ വേണ്ടി മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരല്പം എമൗണ്ട് അതിൽ നിന്ന് മാറ്റിവെച്ചിരിക്കും. എന്ന് പറയുന്നത് പോലെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് മൊത്തവും ഡിവൈഡ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ അതിന്റെ പാർട്ട്നേഴ്സിനോ കൊടുക്കാതെ അതിന്റെ ഒരു ഭാഗം അപ്രോപ്രിയേറ്റ് ചെയ്ത് മാറ്റിവെക്കും. അപ്രോപ്രിയേറ്റ് ചെയ്യുക മീൻസ് അതിൽ നിന്ന് മാറ്റിവെക്കുക. അങ്ങനെ ആ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം, സർപ്ലസിന്റെ ഒരു ഭാഗം മാറ്റിവെക്കും. എന്തിനു വേണ്ടി? മീറ്റിംഗ് എനി എമർജൻസി ഓർ കണ്ടിജൻസി ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ അൺഫോർസീൻ ഇവന്റ്സ്. കണ്ടിജൻസിയുടെ വാക്ക് നിങ്ങൾ കേട്ടോളൂ. അൺഫോർസീൻ ഇവന്റ്സ്, നമ്മൾ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ എന്തെങ്കിലും കണ്ടിജൻസി, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് എക്സിജൻസി അല്ലെങ്കിൽ എമർജൻസി. അപ്പൊ എമർജൻസി അല്ലെങ്കിൽ കണ്ടിജൻസി അല്ലെങ്കിൽ എക്സിജൻസി എന്തെങ്കിലും ഭാവിയിൽ വരികയാണെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഭാവിയിൽ ബിസിനസിന്റെ എക്സ്പാൻഷൻ പ്രോഗ്രാമിനെ ഫൈനാൻസ് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെയൊക്കെ ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റിന്റെ ഒരു ഭാഗം മാറ്റിവെക്കുന്നതിനെ വിളിക്കുന്ന പേര് റിസർവ് എന്നാണ്. അപ്പൊ പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് മാറ്റിവെക്കാൻ പറ്റും. കാരണം പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ ആണ് റിസർവ് എന്ന് പറയുന്നത്.
അപ്പൊ അങ്ങനെയുള്ള ഈ റിസർവ് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. റിസർവ്സ് ഓഫ് ടു ടൈപ്സ്, ദെൻ റവന്യൂ റിസർവ്, ദെൻ ക്യാപിറ്റൽ റിസർവ്. റവന്യൂ റിസർവും ഉണ്ട്, ക്യാപിറ്റൽ റിസർവും ഉണ്ട്. അപ്പൊ എന്താണ് ഈ റവന്യൂ റിസർവ് എന്ന് പറയുന്നത്? So revenue reserve is the reserve created out of the revenue profit of a concern which is otherwise available for dividends. ഇതാണ് അതിന്റെ പ്രത്യേകത. എന്താ നമ്മൾ പറഞ്ഞേക്കുന്ന റവന്യൂ പ്രോഫിറ്റ്, റവന്യൂ റിസർവ് എന്ന് പറഞ്ഞാൽ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് എടുക്കുന്നതാണ്, റവന്യൂ പ്രോഫിറ്റിന്റെ ഭാഗമാണ്. അപ്പൊ എന്താണ് ഈ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്? ഒരു ബിസിനസ് അതിന്റെ കച്ചവടം ചെയ്ത് അതിന്റെ ഫംഗ്ഷൻ ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റാണ് റവന്യൂ പ്രോഫിറ്റ്. ഇപ്പൊ ഉദാഹരണത്തിന് ബിസിനസ് സ്ഥാപനം അതിന്റെ സാധനങ്ങൾ വാങ്ങിയും വിൽക്കുകയും ചെയ്തുണ്ടാക്കുന്ന ലാഭത്തെ നമ്മൾ വിളിക്കുന്ന പേര് റവന്യൂ പ്രോഫിറ്റ് എന്നാണ്. ആ കിട്ടുന്ന റവന്യൂ പ്രോഫിറ്റിന്റെ ഒരു ഭാഗമാണ് നമ്മൾ റിസർവ് ആയിട്ട് മാറ്റി വെച്ചേക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റവന്യൂ റിസർവ് എന്നാണ്. ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായല്ലോ. റവന്യൂ റിസർവ് ഈസ് ദ പാർട്ട് ഓഫ് ദ റവന്യൂ പ്രോഫിറ്റ് ഓഫ് എ കൺസേൺ വിച്ച് ഈസ് അതർവൈസ് അവൈലബിൾ ഫോർ ഡിവിഡന്റ്. ഡിവിഡന്റും ഉള്ളതല്ല, ഡിവിഡന്റ് കൊടുക്കാൻ മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയുള്ള ഒരു ഭാഗം നമ്മൾ മാറ്റിവെക്കുകയാണ് എമർജൻസിക്ക് വേണ്ടി. അത് ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്നാണ്, റവന്യൂ പ്രോഫിറ്റിൽ നിന്നാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റവന്യൂ റിസർവ് എന്നാണ്. നമുക്കറിയാം, ബിസിനസ്സിന് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരോടും ചോദിക്കാതെ ഇങ്ങനെ മാറ്റിവെച്ചേക്കുന്ന എമൗണ്ട് നമുക്ക് എടുക്കാം. അത് ബിസിനസിന്റെ സ്വന്തം ഫൈനാൻസ് ആണ്. ആ സ്വന്തം ഫൈനാൻസിന് നമ്മളൊരു പേരിട്ട് വിളിക്കും ഇന്റേണൽ ഫൈനാൻസിങ്, അല്ലെങ്കിൽ സെൽഫ് ഫൈനാൻസിങ്, അല്ലെങ്കിൽ മറ്റൊരു പേര് വിളിക്കും പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. മറന്നുപോകരുത്, ഇങ്ങനെ പ്രോഫിറ്റിൽ നിന്ന് നമ്മളൊരു ഭാഗം മാറ്റിവെച്ചേക്കുന്നു ബിസിനസിന്റെ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് ബിസിനസിന്റെ സ്വന്തം സാധനമാണ്. ഒരു കോസ്റ്റും ഇല്ലാതെ എപ്പോഴും വേണമെങ്കിലും ബിസിനസിനടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഞാൻ എന്റെ സാലറിയിൽ നിന്ന് ഓരോ മാസവും 2000 രൂപ വെച്ച് മാറ്റിവെച്ചാൽ അതെന്റെ സ്വന്തം സാധനം പൈസയാണ്. അപ്പൊ ഇതിനൊരു കോസ്റ്റും ചെലവാക്കണ്ട. ഞാൻ അങ്ങനെ മാറ്റിവെച്ചില്ലെങ്കിൽ ഞാൻ പോയി പലിശ എടുക്കണം. അപ്പൊ ഞാൻ പലിശ കൊടുക്കണമല്ലോ. അപ്പൊ ഇവിടെ അതിനകത്ത് റിസ്ക് ഒന്നുമില്ലാതെ, ഒരു റിസ്ക്കും ഇല്ലാതെ മാറ്റിവെച്ചേക്കുന്ന എമൗണ്ട് അതിനെ ബിസിനസ് വിളിക്കുന്ന ഓമന പേരുകളാണ് സെൽഫ് ഫൈനാൻസിങ് ഓർ ഇന്റേണൽ ഫൈനാൻസിങ്, അതുമല്ല എങ്കിൽ കോർപ്പറേറ്റ് ഫൈനാൻസിങ്, അതുമല്ല എങ്കിൽ പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. എന്താ പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്? പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഉഴുതു മാറ്റുകയാണ്, ബാക്കിലേക്ക് ഉഴുതു മാറ്റുകയാണ്, അത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, അത് സെറ്റപ്പ് ആർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്യൂച്ചറിന് വേണ്ടിയെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് റവന്യൂ റിസർവ് എന്നാണ്. അപ്പൊ അത് ക്ലിയർ ആയി. ഇനി എന്താണ് ക്യാപിറ്റൽ റിസർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ റിസർവ് ഈസ് ദ റിസർവ് ബിൽറ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. എന്താ പറഞ്ഞേക്കുന്ന? ബിസിനസിന്റെ നോർമൽ റണ്ണിംഗ് അല്ലാതെ മറ്റേതെങ്കിലും പ്രോഫിറ്റുള്ള, അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ റിസർവ് മാറ്റി വയ്ക്കുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേര് ക്യാപിറ്റൽ റിസർവ് എന്നാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരുടെ ട്രേഡിംഗ് നടത്തി കിട്ടുന്ന പ്രോഫിറ്റ് അല്ല. പകരം എന്താ ചെയ്ത, ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങിയും വിൽക്കുകയും ചെയ്തപ്പം ബിസിനസ്സിൽ ലാഭമുണ്ടായി. അപ്പൊ പ്രോഫിറ്റ് ഓൺ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന്റെ ഇൻക്രീസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ബിസിനസ്സിൽ ആ ലാൻഡ് വാങ്ങിച്ചു 5 ലക്ഷം രൂപയ്ക്ക്, ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ ആ ലാൻഡിന്റെ വില 25 ലക്ഷം രൂപയായാൽ ആ 20 ലക്ഷം രൂപ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അതുപോലെ തന്നെ ആ ഒരു അസറ്റ് നമ്മൾ ഫിക്സഡ് അസറ്റ് വിറ്റപ്പോൾ ലാഭം കിട്ടി, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഇനി നമ്മൾ ഷെയറുകൾ ഇഷ്യൂ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മാർക്കറ്റ് വില എന്ന് പറയുന്നത് അതിന്റെ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലാണ്. അപ്പൊ പ്രീമിയം എന്ന് പറയും നമ്മൾ 10 രൂപ വിലയുള്ള ഷെയർ നമ്മൾ വിൽക്കുമ്പോഴത്തേക്ക് അതിന്റെ വിലയെന്ന് പറയുന്നത് 20 രൂപയായി. അതിന് നമ്മൾ ഇഷ്യൂ ഷെയർസ് പ്രീമിയം എന്നാണ് പറയുന്നത്. ഇന്ന് മാർക്കറ്റിൽ കാണുന്ന ഷെയർ, മാരുതിയുടെ ഒക്കെ ഷെയർ എന്ന് പറഞ്ഞാൽ 10,000 കണക്കിന് വിലയാണ്. പക്ഷെ അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 100 രൂപയ്ക്ക് ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് അങ്ങനെ ഷെയറുകൾ കൈമാറ്റം ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റിനെ വിളിക്കുന്ന പേര് പ്രീമിയം റിസീവ്ഡ് ഓൺ ദ ഇഷ്യൂ ഷെയർസ് എന്നാണ്. പ്രോഫിറ്റ് മെയ്ഡ് ഓൺ ദ പർച്ചേസ് ഓഫ് ബിസിനസ്. മറ്റൊരു ബിസിനസ് നമ്മൾ വാങ്ങിച്ചു ചേർക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവാം. ഇനി ഒരു ഷെയർ ക്യാൻസൽ ചെയ്തിട്ട് അതിനെ രണ്ടാമത് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നു, പ്രൊഫിറ്റ് ചെയ്യുന്നു, അപ്പൊ കിട്ടുന്ന ലാഭം. അപ്പൊ ഇങ്ങനെ നമുക്ക് ബിസിനസിന്റെ നോർമൽ ട്രേഡിംഗ് അല്ലാതെ കിട്ടുന്ന പ്രോഫിറ്റിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. അത് ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താലോ, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് വിറ്റാൽ കിട്ടുന്ന പ്രോഫിറ്റോ, അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രീമിയമോ, അതല്ലെങ്കിൽ ബിസിനസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റോ, അല്ലെങ്കിൽ ഷെയറുകൾ പ്രൊഫിറ്റ് ചെയ്ത ഷെയർ റീഇഷ്യൂ ചെയ്യുന്നു. പ്രൊഫിറ്റ് ചെയ്യുക മീൻസ് തിരിച്ചു പിടിക്കുക, ക്യാൻസൽ ചെയ്യുക. അനുവദിച്ച ഷെയറിനെ ക്യാൻസൽ ചെയ്യുന്നതിന് വിളിക്കുന്ന പേര് പ്രൊഫിറ്റ് എന്നാണ്. അങ്ങനെയുള്ള ഷെയറുകൾ നമ്മൾ റീഇഷ്യൂ ചെയ്താൽ അവിടെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നാണ്. ആ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ മാറ്റിവെക്കുന്നത്, അപ്രോപ്രിയേഷൻ നടത്തുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ റിസർവ് എന്നാണ്. അപ്പൊ ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ചാൽ റവന്യൂ റിസർവ്, ക്യാപിറ്റൽ പ്രോഫിറ്റിന് ഒരു ഭാഗം ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ റിസർവ് എന്നാണ്. അപ്പൊ എന്തായാലും റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ റിസർവ് ഉള്ള, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റിസർവ് മാറ്റിവെക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ഓർക്കുക. ഇതാണ് റിസർവ്, വളരെ ഇമ്പോർട്ടന്റ്. എന്നാൽ ഇവിടെ നമുക്ക് അറിയേണ്ടത് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ആസ്പെക്ട് ആണ് പ്രൊവിഷൻ എന്താണെന്ന് അറിയേണ്ടത്. ഇപ്പൊ എന്താ ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത്? പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിഷൻ ഈസ് എ ചാർജ് എഗൻസ്റ്റ് പ്രോഫിറ്റ്. കണ്ടോ, ഇവിടെ പ്രോഫിറ്റിനെതിരായിട്ടുള്ള ഒരു ചാർജാണ് യഥാർത്ഥത്തിൽ പ്രൊവിഷൻ എന്ന് പറയുന്നത്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ മുൻകരുതലാണ്.
എന്താണ് ഈ മുൻകരുതൽ എന്ന് പറയുന്ന? ഉദാഹരണത്തിന് നമുക്ക് കുറെ കടക്കാരുണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്, അവർ നമുക്ക് 50,000 രൂപ തരാറുണ്ട്. അപ്പൊ ഈ 50,000 രൂപ തരാനുള്ളതിൽ 2,000 രൂപ തരാനുള്ള ആൾക്കാർ തരുമോ തരൂല എന്ന് സംശയം. അത് ഡൗട്ട്ഫുൾ ആണ്. അപ്പൊ ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ട്രേഡർ ആ ബിസിനസ്സിൽ നിന്ന് 2,000 രൂപ ഒരു മുൻകരുതലായി മാറ്റിവെക്കും. അല്ലെ, ആ ഡെറ്റിന്റെ പൈസ കിട്ടുകയാണെങ്കിൽ നമുക്കത് തിരിച്ചെടുക്കാം, ഇല്ല എങ്കിൽ നഷ്ടം തന്നെയാണ്. അപ്പൊ കിട്ടൂല എന്ന് സംശയം വെച്ച് അക്കൗണ്ട് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ആ ഡൗട്ട്ഫുള്ളിന് എഗൻസ്റ്റ് ആയിട്ട് ആ കയ്യുന്ന ട്രേഡർ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് മാറ്റിവെക്കുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പ്രൊവിഷൻ. ഇത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ ചെയ്യാവുന്നല്ല, പ്രോഫിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രൊവിഷൻ മാറ്റിവെക്കും. So provision is a charge created by the business whether the business make a profit or not. ഇവിടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ അത് നോക്കാതെ തന്നെ ഏതെങ്കിലും ഒരു ചാർജ് ഒരു പ്രോഫിറ്റിന് കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, ഇതെന്ന് പറയുന്നത് ഒരു അറിയാവുന്ന നോൺ ലൈബിലിറ്റിയാണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് പ്രൊവിഷൻ മാറ്റിവെക്കുന്നത്. റിസർവ് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ്. നമ്മൾ അസുഖത്തിന് വേണ്ടി മാറ്റിവെച്ചേക്കാണ്, അസുഖം വരുമെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ നമുക്കൊരു എക്സ്പെൻസ് വരുമെന്ന ഉറപ്പുണ്ട് എങ്കിൽ അതിനുവേണ്ടി മാറ്റിവെച്ചേക്കുന്നതിനെ വിളിക്കുന്ന പേര് പ്രൊവിഷൻ എന്നാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ എനിക്കൊരു പെൺകുട്ടിയുണ്ട്, അപ്പൊ അതിന്റെ കല്യാണം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഉറപ്പുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെച്ചേക്കുന്നതാണ് പ്രൊവിഷൻ. എന്നാൽ എനിക്കൊരു അസുഖം വരും, അത് വരെയാണെങ്കിൽ നമുക്ക് ചെലവാക്കാൻ വേണ്ടി മാറ്റിവെച്ചേക്കുന്നത് റിസർവാ, എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ഒരു അൺനോൺ ലൈബിലിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ചേക്കുന്നത് റിസർവും ഒരു നോൺ ലൈബിലിറ്റിക്ക് വേണ്ടി മാറ്റിവെച്ചേക്കുന്നത് പ്രൊവിഷനുമാണ്. അപ്പൊ പ്രൊവിഷൻ എന്താണെന്ന് ചോദിച്ച് മനസ്സിലായല്ലോ. പ്രൊവിഷൻ ഈസ് എ ചാർജ്. പ്രൊവിഷൻ ഈസ് ആൻ എമൗണ്ട് സെറ്റ് അസൈഡ് ആസ് എ ചാർജ് അഗൻസ്റ്റ് ദ പ്രോഫിറ്റ് ടു മീറ്റ് എ ലോസ്. ഒരു ലോസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു നോൺ ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഫിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി തന്നെ ഒരു ചാർജായിട്ട് പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് എതിരായിട്ട് മാറ്റിവെച്ചിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രൊവിഷൻ ഒരു ചാർജാണ്, പ്രോഫിറ്റിനെതിരെയുള്ള ഒരു ചാർജാണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി തന്നെ ആ ചാർജ് ഉണ്ടായിരിക്കും. റിസർവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ അതിന് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി പ്രൊവിഷൻ, അതിന് നമുക്ക് എക്സാമ്പിൾ പറയാം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ റിപ്പേഴ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഭാവിയിൽ ടാക്സ് കൊടുക്കണം, നമുക്ക് അതിനുവേണ്ടി മുൻകരുതലായിട്ട് നമ്മൾ മാറ്റിവെക്കും. വണ്ടിയുടെ റിപ്പയർ വരും നമുക്ക്, അപ്പൊ റിപ്പയറിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കും. അപ്പൊ അങ്ങനെയൊക്കെ മാറ്റിവെക്കുന്നതിന് പ്രൊവിഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് റിസർവും പ്രൊവിഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. റിസർവ് എന്ന് പറയുന്നത് it is an appropriation of a profit, then provision is a charge against a profit. അത് പ്രോഫിറ്റിനെതിരായിട്ടൊരു ചാർജാണ്. റിസർവ് ഈസ് ക്രിയേറ്റഡ് ഫോർ മീറ്റിംഗ് ആൻ അൺഫോർസീൻ ഇവന്റ്സ് ഓർ അൺനോൺ ലൈബിലിറ്റി. ഒരു അൺനോൺ ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർവ് മാറ്റിവെക്കുന്നത്. അതേസമയം പ്രൊവിഷൻ എന്ന് പറയുന്നത് ടു മീറ്റ് എ നോൺ ലൈബിലിറ്റി. നമുക്ക് നേരത്തെ അറിയാം, അങ്ങനെ ഒരു നോൺ ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊവിഷൻ മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ നമുക്ക്. അതേസമയം പ്രൊവിഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും അത് മാറ്റിവെക്കണം, നിർബന്ധമാണ്. അതാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കുന്ന ഒരു രീതിയാണ് ബാലൻസ് ഷീറ്റിൽ. റിസർവ് എന്ന് പറയുന്നത് അത് ലൈബിലിറ്റിയാണ്, ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. അതാണ് ഡിഫറൻസ്. റിസർവ് ഈസ് ഷോൺ ഓൺ ദ ലൈബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്, ബട്ട് പ്രൊവിഷൻ ഈസ് ഡെക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് അസറ്റ്. അസറ്റിൽ നിന്ന് കുറച്ചാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് റിസർവും പ്രൊവിഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും മനസ്സിലാക്കി ഇതിന്റെ നോട്ട്സൊക്കെ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ടു തരുന്നതാണ്. തീർച്ചയായും നിങ്ങളിത് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.